ഉമ്മർ ചാമ്പയ്ക്ക മരം എന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണേ. ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞൊരു സമയത്ത് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് ചെയ്തവരൊക്കെ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ്. ഈ മുട്ടിനെന്തോ ഒരു വെറൈറ്റി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു മുല്ലമുട്ട് പോലെ. എന്നുവെച്ചാൽ മുല്ലമുട്ട് ചെറുതാണ് എങ്കിലും ഇത് കുറച്ചുകൂടി വലിപ്പമുള്ള മുട്ട് പോലെ. അത് വിരിഞ്ഞിട്ട് നോക്ക്. ഇത് നമ്മുടെ സ്ഥിരം ആപ്പിൾ ചാമ്പയുടെയൊക്കെ പോലെ തന്നെ വിരിഞ്ഞ് പൂ നല്ല കാണാൻ ഭംഗിയുണ്ട്. അതുകൊണ്ടേ ഇപ്രാവശ്യം നമുക്ക് ഈ ഉമ്മർ ചാമ്പയിലും ഇങ്ങനെ പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല, നല്ല ചാമ്പയ്ക്കാന്നാണ് പറയുന്നത്. നമ്മൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുവാണ് കേട്ടോ. ഇതാണ് ഉമ്മർ ചാമ്പ എന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചതാണ്. നല്ല ഇതാണ് ചെറിയ മുട്ടായിട്ട് വരുന്നത്. ചെറിയ മുട്ട ഇതായിട്ട് വന്നിട്ട് പിന്നെ അതോ വലിയ മുട്ടായി മാറുന്നതും വലിയ മുട്ടായിട്ട് പൂ വിരിയുന്നതും ഇങ്ങനെയാണ്. ഇത് ഉമ്മർച്ച് നമ്മൾ ഡൽഹേരി ചാമ്പ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് വെച്ചതാണ്. ഒരു ചെറിയൊരു തൈയാണ് കേട്ടോ. ഇത് കാർഷിക കോളേജിൽ നിന്നാണ് നമ്മൾ മേടിച്ച് കൊണ്ടുവരാം. ഇതിനകത്ത് കുറേ മുട്ടുണ്ടായിരുന്നു കണ്ടോ. അതിനകത്തൊരു പുഴു, ഇങ്ങനെ ഒരു കറുത്ത സാധനം ഇത് കൊത്തിയിട്ട് ഇതങ്ങ് പോകുന്നുണ്ട്. ഇതങ്ങ് പോയി. അതിനുശേഷം കുറേ, അതായത് മുട്ടെല്ലാം കൊഴിഞ്ഞു പോയി. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇല്ല, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതും ആ മുട്ട് വന്ന് ഇനി നമുക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇത് വലുതാകുമ്പോൾ നമുക്ക് നോക്കാം. ഇത് ഡൽഹേരി ചാമ്പയാണോ, ഏറ്റവും വലിയതും ടേസ്റ്റുള്ള ചാമ്പയെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതും വിരിഞ്ഞ് ഇത് പിടിച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങളോട് ഞാൻ ടേസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ഇത് കൊച്ചൊരു മരമാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ മരം മൊത്തത്തിൽ. ഇത് ഗ്രീൻ ചാമ്പ. ഇത് കണ്ടോ, ഇത് ഗ്രീൻ ചാമ്പയാണ്, ചാമ്പയ്ക്ക. അതും തിരുവനന്തപുരം കാർഷിക കോളേജിൽ മേടിച്ചതിന് മുട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നതാ, ഉണങ്ങിപ്പോയി. ഇത് തായ്ലൻഡ് പിങ്ക് ചാമ്പ കണ്ടോ. നിറച്ചും മുട്ട ഇങ്ങനെ ചെറിയ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇത് വലുതായിട്ടില്ല, നിറച്ചും ഇങ്ങനെ വരുന്ന മുകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. തായ്ലൻഡ് പിങ്കാണേ. ഇത് നമ്മൾ മുമ്പ് ഞാൻ പിടിച്ചപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു കരിമ്പിൻ്റെ ടേസ്റ്റാണ്, നല്ല കരിമ്പിൻ്റെ, എന്താ പച്ചറുമ്പിൻ്റെ കട്ടുറുമ്പിൻ്റെ നിറച്ചും. ഇതുണ്ടോ, ഇതാണ്. ഇതൊരു കരിമ്പിൻ്റെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ സ്ഥിരം ആപ്പിൾ ചാമ്പ. സ്ഥിരമല്ല, എന്നാലും ഞാൻ ഇതിന് നല്ല ഡിമാൻഡാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. നിറച്ച് ഇപ്പോൾ പൂട്ട് വന്നുണ്ട്. ഞാൻ ഇതിൻ്റെ തലപ്പ് മുറിച്ച് ബഡ് ചെയ്ത് മാറ്റിക്കളഞ്ഞതായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനകത്ത് പിടിച്ച് വന്നിട്ട് ഇത് മുട്ട് വിരിഞ്ഞ് ഇത് ചാമ്പയ്ക്കായി വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചാമ്പയ്ക്കായി വരുന്നതല്ല. കണ്ടേ, ഇവിടെ ചാമ്പയ്ക്കായിട്ട് രണ്ടെണ്ണം നിൽപ്പുണ്ട് കണ്ടോ. ഇത് മുട്ടാണ്, മുട്ട് വിരിഞ്ഞിട്ട് ഇങ്ങനെ വിരിയുന്ന നല്ല രസമാണ് കാണാൻ. ഇതുണ്ടോ, ചെറിയ മുട്ട. ഇതൊക്കെ ഒരു സൈസ് പുഴുണ്ടോ ഇവിടെ. ഇതൊക്കെ വെള്ളം ഒരു സൈസ് പുഴുവാണ്. ഇത് പുഴു എന്തോ ഒരു ജീവി, അത് പറഞ്ഞങ്ങ് വേണ്ട. ഇതായിരിക്കാം ഇതൊരു സൈസ് വെള്ള പൂപ്പൽ പോലെ ഇതിനകത്ത് പിടിക്കുന്നത്. ഇത് മുട്ട്, ഇത് പൂ വിരിഞ്ഞിട്ട് ചാമ്പയ്ക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഞാനങ്ങനെ പിടിച്ച് വേര് പിടിച്ച് അയച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാധിച്ചാൽ എന്തായാലും അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് 5 മണിയൊക്കെ വരട്ടെ. പിന്നെ ഞാൻ തക്കായി ആക്കുന്നുണ്ട്. കണ്ടോ, തക്കായി നിറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്